ചെയ്തു കൂട്ടിയതിനൊക്കെ കണക്ക് സഹിതം കാരണം ചോദിക്കാൻ ഒരു നാൾ അവൻ വരുമെന്ന് ഒരു സിനിമാ ഡയലോഗ് പോലെ പല തവണ പിണറായി വിജയൻ്റെയും കൂട്ടിയുടെ ചെവിയിൽ ഊതിക്കൊടുത്തതാണ് വിവരമുള്ളവർ. എന്നിട്ടും കേട്ടില്ല. ഇപ്പോഴെന്തായി? മസാല ബോണ്ടിൽ ഫെമ ചട്ടലംഘനം നടന്നെന്ന് വ്യക്തം. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് ED നോട്ടീസ് അയച്ചിരിക്കുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ട്രഷറി നടത്തിപ്പുകാരനായ ധനമന്ത്രി തോമസ് ഐസക്കും മസാല ബോണ്ട് കഴിച്ചോ എന്നല്ല കേന്ദ്ര ഏജൻസി ED വീണ്ടും ചോദിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാണ്. ഒപ്പം ധനമന്ത്രി തോമസ് ഐസക് പ്രതിയാണ്. മറ്റ് കിഫ്ബി ഉദ്യോഗസ്ഥരും പ്രതികളാണ്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാരണം കാണിക്കൽ നോട്ടീസാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ചെന്നാൽ മാത്രം മതി. കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി, അത് മാത്രമേ തനിക്കറിയൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിയാനോ ഉരുണ്ടു പെരണ്ടാനോ ഒന്നും ശ്രമിക്കേണ്ട. വേണമെങ്കിൽ ഒരു പ്രതിനിധിയെയോ അഭിഭാഷകനെയോ ഇത്തവണ അയക്കാമെന്നൊരു ഓപ്ഷനും ED നൽകിയിട്ടുണ്ട്. പക്ഷെ പിടിമുറുകും. ഇത്തവണ കണക്കുകളൊക്കെ വ്യക്തമാക്കി EDയുടെ പക്കലുണ്ട്. അതിനാണ് അവർ ഇത്രയും സമയമെടുത്തത്. കിഫ്ബി ഹാജരാക്കിയ രേഖകളടക്കം തെളിവുകൾ സസൂക്ഷ്മം പരിശോധിച്ചാണ് EDയുടെ അടുത്ത നിർണായകമായ ഈ നീക്കം. പിന്നെ ED ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ പ്രതിനിധിയോ ധനമന്ത്രിയോ യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. ബാക്കിയെല്ലാം കിഫ്ബിയുടെ പക്കലുണ്ട്. മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ED പ്രത്യേകം നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തോമാച്ചിലൂടെ കിടന്ന് ബഹളവും തുടങ്ങിയിട്ടുണ്ട്. ഇന്നെ കൊണ്ട് പോകല്ലേ എന്ന്. പലതവണ ഒഴിഞ്ഞു മാറിയതാണ്. ഹൈക്കോടതിയിൽ പലതവണ പോയതാണ്. പക്ഷേ ഇത് പിണറായി പോലീസല്ല, ED ആണ്. സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ്. ചെന്നില്ലെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകുമെന്ന് ഉറപ്പുമാണ്. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനം തന്നെയെന്ന് ED കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കാരണം കാണിക്കൽ നോട്ടീസ്. അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനവും കണ്ടെത്തി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചു. അവരുടെ അനുമതിയും ഒക്കെ ലഭിച്ച ശേഷമാണ് ഈ നടപടി. ഇപ്പോഴിതാ തോമസ് ഐസക് പറയുന്നു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതാ വീണ്ടും ED നോട്ടീസ് അയച്ചു തുടങ്ങിയെന്ന്. EDക്ക് തെരഞ്ഞെടുപ്പെന്നോ കറുത്തവാവെന്നോ പള്ളിപ്പെരുന്നാളെന്നോ ഒന്നുമില്ല. രാഹുകാലം നോക്കിയുമല്ല അവർ ആളെ വിളിച്ചു വരുത്തുന്നത്. തെളിവുകൾ എല്ലാം കിട്ടുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് പരിശോധിച്ച് തീരുമ്പോൾ അവർ വിളിക്കും. അപ്പോഴങ്ങ് ചെന്ന് കയ്യും കെട്ടി നിന്ന് ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകിക്കോണം, അത്രമാത്രം. ഈ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർക്ക് പ്രതിനിധി വഴിയോ അഭിഭാഷകൻ മുഖാന്തരമോ വിശദീകരണം ഇത്തവണ നൽകാവുന്നതാണ് എന്നൊരു ഓപ്ഷൻ കൂടി ഐസക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി എന്തായിരുന്നു ഇവർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചെയ്തു കൂട്ടിയത്? ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കമിട്ട അതേ 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടിറക്കി 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. അതേ 2019 ജനുവരി 17 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. വിദേശ നിക്ഷേപകരിൽ നിന്നും പ്രാദേശിക കറൻസിയിൽ നിക്ഷേപം സ്വരൂപിക്കാനുള്ള കടപ്പത്രമാണ് ഈ മസാല ബോണ്ട്. ED നോട്ടീസ് അയച്ച മുഖ്യമന്ത്രിയെ അപമാനിച്ചെന്ന് പറഞ്ഞ് CPM-കാരുടെ കലിമൊത്തം ഇപ്പോൾ മലയാള മനോരമയുടെയാണ്. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്ന ED കണ്ടെത്തലിൽ മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് എന്ന ബിഗ് ബ്രേക്കിംഗ് മനോരമ നൽകി നാട്ടുകാരെ മൊത്തം അറിയിച്ചു എന്നാണ് ഇപ്പോഴത്തെ പരാതി. ഇതിനൊക്കെ CPM-കാർ പ്രതികരിച്ചതിൽ ഒരെണ്ണം ഇങ്ങനെയാണ്. അത് മുഖ്യമന്ത്രിക്കാണ്. ഉമ്മൻചാണ്ടി സ്റ്റൈലിൽ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് പണം ഉപയോഗിച്ചതിൻ്റെ പേരിൽ വരുന്ന എന്ത് ശിക്ഷയും താൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഒറ്റ വാചകത്തിലങ്ങ് മറുപടി തീർത്തേക്കണമെന്ന്. അടുത്തൊരു CPM-കാരൻ്റെ ഔപചാരികമായ വിശദീകരണം ഇങ്ങനെ: കിഫ്ബിക്ക് വേണ്ടിയാണ് മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചത്. കിഫ്ബി എന്തിനാണ്? അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ. അത്രയും പറഞ്ഞാൽ മതി, അതേ ഉള്ളു കാര്യമെന്നാണ് ഇപ്പോൾ CPM സഖാക്കൾ മുഖ്യമന്ത്രിയെയും ഐസക്കിനെയൊക്കെ ബോധവൽക്കരിച്ചു കൊണ്ടേയിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അവിടെ ചെന്ന് EDക്ക് മുന്നിൽ എല്ലാം താണുവണങ്ങി കുറ്റമൊക്കെ സമ്മതിച്ചു കളയുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് നൽകി എന്നത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു എന്ന പേരിൽ മനോരമയ്ക്കുമെതിരെ CPM-കാർ കിടന്ന് ബഹളം വയ്ക്കുന്നതും മുഖ്യമന്ത്രിയെ ED വിളിച്ചു വരുത്തുന്നത്, ധനമന്ത്രിയായിരുന്ന തന്നെ ED വിളിച്ചു വരുത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്, വോട്ടുകൾ മാറ്റിമറിക്കാനാണ്, തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അട്ടിമറിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് തോമസ് ഐസക്കും കിടന്ന് ബഹളം വയ്ക്കുന്നത്.